ഹലോ ഗായ്സ്, വെൽക്കം ടു ടി വി വ്ളോഗ്സ് കേരള. ഞങ്ങളിന്ന് ഒമാനിലേക്ക് ഒരു റോഡ് ട്രിപ്പ് പോണേ. ആഫ്റ്റർ 3 വർഷമാണ് ഞാനൊരു വ്ളോഗ് ഇടാൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, എഡിറ്റ് ചെയ്തിടാൻ സമയം ഉണ്ടായില്ല, ജോലിപരമായ തിരക്കിൽ പെട്ടുപോയി. അപ്പോൾ ഇനി തുടർന്ന് ഇവിടെ നിന്ന് എല്ലാ വീക്കും വ്ളോഗ് ഉണ്ടാവും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇത് ഞങ്ങൾ ഒമാനിലേക്കാണ് ഒരു റോഡ് ട്രിപ്പ് പോണത്. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് യാത്രയിൽ മനസ്സിലാവും. പോകുന്ന ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ ലൊക്കേഷനിലേക്ക് പോവുക. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. പോണത് ഷെഹീനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷെഹീനാണ് ഈ ലൊക്കേഷൻ കാണിച്ചത്. അങ്ങനെ അൽസദ റിവർ വാദി ലക്ഷ്യമാക്കിയിട്ടുള്ള എൻ്റെ യാത്ര ഞാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഈ യാത്രയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ യാത്ര നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ യാത്രയ്ക്ക് ആവശ്യമായ പെട്രോളിന്റെ പൈസ പോലും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ പോകുന്ന യാത്ര ഒമാനിലേക്കാണ്. പക്ഷെ ഇവിടെ പോകുന്നതിന് നിങ്ങൾക്ക് പാസ്പോർട്ടോ വിസയുടെയോ ആവശ്യമില്ല. ഇത് UAE ഉള്ളിൽ ഉള്ള തന്നെ ഒമാന്റെ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പാസ്പോർട്ടും വിസയൊന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഓൺ വാഹനം ഓടിച്ചു പോകാം. ഒമാനിൽ കയറുന്നോട് തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ആ പെട്രോൾ പമ്പിൽ നിന്ന് നിങ്ങൾ പെട്രോൾ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ യാത്രയുടെ പൈസ ലാഭിക്കുകയും ചെയ്യാം. ഫ്രീ ആയ ഒരു റോഡ് ട്രിപ്പ് ഓൺ കാർ ഉണ്ടെങ്കിൽ UAE ഏത് റെസിഡൻസിനും പോയി അവിടെ നിന്ന് തന്നെ പെട്രോൾ അടിച്ച് ആ പെട്രോൾ പൈസ വരെ ലാഭിച്ച് പോകാനുള്ള ഓപ്ഷനുള്ള ഒരു യാത്രയാണത്. ഞാൻ പറയുകയാണെങ്കിൽ ഇതിനെ നമ്മുടെ കേരളത്തിലൊരു ചാലക്കുടി പുഴയായിട്ട് കമ്പയർ ചെയ്യാം. അങ്ങനെ ഞങ്ങള് ഒമാനിലേക്ക് ഉള്ള എൻട്രൻസിന്റെ അടുത്ത് എത്താറായി. ഒമാനിൽ കയറുന്നവിടെ തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലൊരു പെട്രോൾ പമ്പ് കാണാൻ പറ്റും. ഈ പറഞ്ഞ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുകയാണെങ്കിൽ ഈ യാത്രയിൽ നിങ്ങളുടെ പെട്രോളിന് ചിലവായ പൈസ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഈ യാത്രയുടെ എക്സ്പെൻസ് നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. അവിടെ കയറുന്നവിടെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അവിടെ ആ ലൊക്കേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു പ്ലേസ് ആണ്. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ അൽ റദ റിവർ വാദിനെ ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്ര. അതായത് ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന ഒമാന്റെ ഉള്ളിലാണ്. ഒമാൻ UAE ബോർഡറാണ്. അങ്ങനെ ഞങ്ങൾ ഒമാനിൽ എത്തിയിരിക്കുകയാണ്. സമീർ ബ്രോ. യെസ് ബ്രോ, ഹായ്, ഹൗ ആർ യു? ഇതാണ് സമീർ. പലരും ഞങ്ങളെ കളിയാക്കും, പുച്ഛിക്കും. പുച്ഛൻ ഞങ്ങൾക്ക് പവറാണ്. നമ്മൾ അന്നെടുത്ത വീഡിയോ ഇല്ലേ, അവര് നിൽക്കുന്നിടത്താ? അതിന്റെ ഇപ്പുറത്താണ് നമ്മൾ അന്ന് ഇറങ്ങിയത്. അവര് നിൽക്കുന്നിടത്തല്ല, അതാ കല്ല്. വീക്കെൻഡില് ഷാർജയില് പുഴയിലൊരു കുളി, അത് നിർബന്ധല്ലേ ഷെയ്ം ബ്രോ? ഒഴുകുന്ന പുഴയിലെ കുളിച്ച് ഞങ്ങള് വീക്കെൻഡ് എൻജോയ് ചെയ്യാറുള്ളൂ. ഞങ്ങളുടെ മറ്റേ ഒഴുകണ വെള്ളത്തിലല്ലേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പാറയിൽ വഴുക്കലുണ്ടാവും. വീണു കാഴ്ച എന്ന് പറഞ്ഞ വീഡിയോ ഇടേണ്ടി വന്നാണ്. ഇപ്പോൾ അല്ല, ഇത് എവിടെ വെക്കുക? നിങ്ങൾ ഇവിടെ അല്ലേ ഇറങ്ങണേ? കെട്ടി സെറ്റാക്കിയില്ല. അയ്യോ, കഴിഞ്ഞ പ്രാവശ്യം വീഴാൻ പോയിട്ടേ ഓസ്മോ പോക്കറ്റ് വെള്ളത്തിലിട്ടതാ. ഇതെന്തായാലും വെള്ളത്തിലിട്ടില്ല. അവിടെ സെറ്റ്, അവിടെ ഒരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്.
ഞാൻ പോയിട്ട് ഇനി മൈക്ക് ഊരി വെച്ചിട്ട് വരാം. ദുബായിലെ ഒരു ഹിഡൻ ജെമ്മാണ്. ഷെയ്ൻ ബ്രോ, ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇത് ഒമാന്റെ മദ്ദ എന്ന് പറയുന്ന സ്ഥലമാണ്. അൽസലാർ റിവർ. ഗായ്സ്, ഇതാണ് അൽസലാർ റിവർ. ദുബായിലെ ഒരു ഹിഡൻ ജെമ്മാണ്. നിങ്ങൾക്ക് നല്ല ഫ്ലോ ഉള്ള വാട്ടറിൽ നിന്നിട്ട് ആർമാദിക്കാൻ പോരെ. ആളാണ് നമുക്ക് ഈ സ്ഥലം കാണിച്ചു തന്നത്, മിസ്റ്റർ ഷെയ്ൻ. ഒമാന്റെ മദ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഗൂഗിളിൽ അൽസദ റിവർ വാദി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ലൊക്കേഷൻ കിട്ടും. ദുബായിൽ നിന്ന് 1.5 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക്. ഇവിടെ നല്ല വഴുക്കലാണ്, കുട്ടികളെ കൊണ്ടുവരുമ്പോൾ സൂക്ഷിച്ചോ. പക്ഷേ എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാനും നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ കുളിച്ച് രസിക്കാനും പറ്റിയ സ്ഥലമാണ്. സബ്സ്ക്രൈബ് ചെയ്തോളോ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളോ. സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യൂട്ടാ. ഓ, നസ്യം ചെയ്ത് കിട്ടി, മൂക്കള വെള്ളം കയറി. ട്രാക്ക് ചെയ്തോളൂ നമ്മളെ. അല്ലാണ്ട് പിന്നെ 4K ആണ്. കണ്ടോ തിരിയണ എന്നെ നോക്കിട്ട്. കമോൺ ബ്രോ, കം വിത്ത് മീ. നമ്മൾ ഇവനല്ല, നമ്മളാണ് ഓണർ. ഇങ്ങോട്ട് വരിക. അവൻ നിന്നെ ടിക്കറ്റ് ചെയ്താ നിന്റെ മുതലാളി. എടാ, നിന്റെ പൈസ ഞാൻ തിരിച്ചു മേടിക്കണം. അവന്റെ കയ്യിന്ന് പോയി, എന്നെ പോയി, നിന്നെ ഡിറ്റക്ട് ചെയ്യില്ല. ട്രാക്കിംഗ് ആക്റ്റീവ് ട്രാക്കിംഗിൽ കിട്ടണ ചിലപ്പോ കൈ വിട്ട് പോയിട്ടുണ്ടാവും. അവന്റെ പൈസ തന്നോനെ ഡിറ്റക്ട് ചെയ്യടോ DJ. എന്നെ കണ്ടല്ലേ അധികത്ത്. ഞാൻ വീണു തമ്പിലായി. വാടാ വാടാ, അടിച്ചു കേറി വാടാ മോനെ. എന്റെ വൈകൾ എന്റെ വൈകൾ കല്ലും പുല്ലും നിറഞ്ഞതായിട്ട് ഈ വീഡിയോ ഇടും. ക്യാമറ കൂടെ വെച്ച് എനിക്ക് എന്റെ വീഡിയോ എടുക്കാൻ ഒരു തെണ്ടിയുടെ അവകാശം ആവശ്യമില്ല. എന്റെ വീഡിയോ എന്റെ ക്യാമറ ഒറ്റയ്ക്ക് എടുക്കും.
ആക്ഷൻ ഒന്നുമില്ലല്ലോ. മോനെ വാടാ, വന്ന് പൊളിക്കടാ. അയ്യോ നേരെ പെട്ടിയിലാക്കാൻ മാറ്റി വിടാ. വെള്ളം ഒഴിക്കലേ. എടാ സമീറേ, അത് വാട്ടർ പ്രൂഫ് അല്ലടേ. പിന്നെ അതെ, ഏതൊരു വ്ളോഗർ അടിച്ചു പോയി അതേപോലെ എന്റെ ക്യാമറ പോയി ഗായ്സ്. സന്തോഷേക്ക് സഞ്ജുടേക്ക് എന്റെ ക്യാമറ പോയി ഗായ്സ് പറഞ്ഞ വീഡിയോ ഈ സൊറ പറഞ്ഞിരുന്ന വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഓസ്മോ പോക്കറ്റ് എൻ്റെ കയ്യിൽ നിന്ന് വെള്ളത്തിൽ വീണു. അങ്ങനെ ഓസ്മോ പോക്കറ്റ് കംപ്ലൈൻ്റ് ആയി. ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് കത്തിയടിക്കാൻ, അതൊരു മരുഭൂമിയുടെ നടുവിൽ നിന്ന് കത്തിയടിക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഇതാരും മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ആണല്ലേ. നിങ്ങളുടെ ബ്ലോഗ് ചാനലിന്റെ പേര് എന്തെന്നാ? ഇറ്റ്സ് മീ റഫീനയാണോ ചാനലിന്റെ പേര്? ഇറ്റ്സ് മീ റഫീന ആരിഫ്. ഇറ്റ്സ് മീ റഫീന ആരിഫ്. സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, ആ ബെൽബട്ടൺ അടിച്ചു പൊട്ടിച്ചോളൂ. അതിന്റെ കൂടെ എന്റെ ഒരു DD വ്ളോഗ്സ് കേരള സബ്സ്ക്രൈബ് ചെയ്യണേ. ക്യാമറ പോയി, മാറി ആംഗിൾ മാറി. വർഗീസ് ബ്രോന്റെ നീരാട്ടാണ്. നീന്തിക്കോളൂ. നിങ്ങളെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് ക്യാമറ. DJ ഓസ്മോ പോക്കറ്റ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ എനിക്ക് വാശിയായി. പിന്നെ ഞാൻ ഉള്ള മൊബൈൽ ഫോൺ വാട്ടർ പ്രൂഫ് കവറിനുള്ളിലിട്ട് കുറച്ച് അണ്ടർ വാട്ടർ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചു. എത്രത്തോളം സക്സസ് ആയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഗായ്സ്, ഇന്നത്തെ കുളിയും തേവാരും പരിപാടിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ദുബായിൽ ഷാർജയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പുഴയിൽ കുളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നാട്ടിലെ ഓർമ്മകൾ അയവിറക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വരെ ഈ ലൊക്കേഷനിലേക്ക്. ലൊക്കേഷൻ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലിടാം. അടിപൊളിയാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ലൊക്കേഷൻ. ഒഴുകുന്ന വെള്ളമാണ്, അതും നേച്ചുറലായ വെള്ളം ഡാമിൽ നിന്ന് ഒഴുകി വരുന്നതാണ്. അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടമായവർ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. TV വ്ളോഗ്സ് താങ്ക്സ്. TV വ്ളോഗ്സ് കേരള. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു ഷെയ്ൻ ബ്രോ ലൊക്കേഷൻ കാണിച്ചു തന്നതിന്. ഇതാണ് ഷെയ്ൻ ബ്രോ. ഓക്കെ, താങ്ക്സ് ഗായ്. ബെൽ ബട്ടൺ അടിക്കണേ മറക്കല്ലേ. ബൈ ബൈ.